ഹലോ മക്കളെ, +1 സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടി എല്ലാവരും ഏറ്റവും ഗംഭീരമായിട്ട് പ്രിപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എങ്ങനെ അറിയാമായിരിക്കും, ഡിസംബർ 2nd വീക്ക് നമുക്ക് എന്താണ് നമ്മളുടെ സെക്കൻഡ് ടേം എക്സാം ഉണ്ടാവും. അതായത് ഏകദേശം ഡിസംബർ 8ാം തീയതി ആയിട്ടാണ് നിങ്ങളുടെ സെക്കൻഡ് ടേം എക്സാം ആരംഭിക്കുക. ചുരുങ്ങിയ ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളൂ. പറഞ്ഞാൽ ഇനി ഒരു മാസം മാത്രം. ഒരു മാസം കൊണ്ട് പഠിക്കേണ്ട പാഠങ്ങൾ ഒരുപാട് അനവധിയാണ്. മാത്സിനകത്ത് ലാസ്റ്റ് അക്കാദമിക് നോക്കുമ്പോൾ എത്ര പാഠം ഉണ്ടായിരുന്നു? ലാസ്റ്റ് അക്കാദമിക്കകത്ത് ഓരോ ചാപ്റ്ററിനും എത്ര മാർക്കിന് ചോദിച്ചു? എക്സാം പാറ്റേൺ എന്ത്? എല്ലാം തന്നെ നമ്മളുടെ ഈ കാണുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എല്ലാ വിഷയവും എല്ലാവരും ഏറ്റവും ഗംഭീരമായിട്ട് ഈ നിമിഷത്തെ പഠിക്കാൻ വേണ്ടി ആരംഭിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ സെക്കൻഡ് ടേം എക്സാം ഏറ്റവും ഗംഭീരമായി എഴുതാൻ പറ്റുള്ളൂ. സെക്കൻഡ് ടേം എക്സാം ഏറ്റവും ഗംഭീരമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ എക്സാം എന്താണ് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു കാര്യം, നമ്മൾ എങ്ങനെയാണ് പഠനം ആരംഭിക്കേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എക്സാം പാറ്റേൺ. ഇന്നേ വരെ ഹയർ സെക്കൻഡറിക്കകത്ത് ഒരു കോമൺ എക്സാം നിങ്ങൾ ആരും എഴുതിയിട്ടില്ല. സോ നിങ്ങൾ നേരിടുന്ന ആദ്യ പ്രധാനപ്പെട്ട പരീക്ഷയാണ് സെക്കൻഡ് ടേം എക്സാം, ക്രിസ്മസ് എക്സാമിനേഷൻ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എക്സാം പാറ്റേൺ. പിന്നെ പഠിക്കാതിരിക്കുമ്പോൾ ഒരു ചാപ്റ്ററിന് എത്ര മാർക്കിന് ചോദിക്കും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ എക്സാം എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ കാര്യങ്ങളൊന്നാണ് ഒരു ചാപ്റ്റർ എത്ര മാർക്കിന് ചോദിക്കും. ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് ചെയ്ത് ഏതെല്ലാം ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാൻ വേണ്ടി, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കാൻ വേണ്ടി. സോ എല്ലാവരും ഈ കാണുന്ന വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാ വെയിറ്റേജും വളരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക. ആൻഡ് എഴുതി വെച്ചാൽ മാത്രം പോരാ, പ്രിപ്പറേഷൻ നമ്മൾ ഏറ്റവും ലെവലിലേക്ക് മാറ്റേണ്ട സമയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഈ സമയം പഠിച്ചില്ലെങ്കിൽ, ഈ സമയം പ്രിപ്പറേഷൻ ആരംഭിച്ചില്ലെങ്കിൽ നമ്മൾക്ക് +1 അതിഗംഭീരമായ മാർക്ക് നേടാൻ വേണ്ടി സാധിക്കില്ല. +1 അതിഗംഭീരമായ മാർക്ക് നേടിയില്ലെങ്കിൽ അത് നിങ്ങളുടെ 12th ശേഷമുള്ള റിസൾട്ടിനെ ബാധിക്കും. ഒരിക്കലും ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആരും ഇപ്പോൾ മനസ്സിലാലോചിക്കരുത്. അത്തരത്തിലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല എന്ന് തന്നെ വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി. കാരണം വേറൊന്നുമല്ല, ഇംപ്രൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 12th ബോർഡ് എക്സാമിന്റെ ഇടയിലാണ് +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടക്കാം. അപ്പൊ അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടി ആരും ചിന്തിക്കരുത്. ഈ കാണുന്ന സമയം തന്നെ ഏറ്റവും ഉഷാറായി പഠിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ +1 എക്സാം ക്രാക്ക് ചെയ്യും. മക്കളെ, നിങ്ങൾ എപ്പോൾ പഠിക്കാൻ ആരംഭിച്ചു എന്നതല്ല കാര്യം. +1 ബോർഡ് എക്സാം കഴിയുമ്പോൾ അതിനകത്ത് എത്ര മാർക്ക് ലഭിച്ചു എന്നതിനാണ് കാര്യം. ഈ മാസം പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. നിങ്ങളുടെ 100% എഫേർട്ട് കൊടുക്കാം. നിങ്ങൾ എഫേർട്ട് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ മാർക്ക് നിങ്ങളുടെ വഴിക്ക് വരും. നിങ്ങൾ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നിസ്സംശയം പറയാൻ പറ്റും. ആ കാണുന്ന എഫേർട്ടാണ് മാറ്റേഴ്സ്. ആദ്യ ദിവസം നമ്മൾ എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് തോന്നും, ഓക്കെ കഷ്ടമാണെന്ന്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. അശാൻ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. പഠിക്കാൻ വേണ്ടി തീരുമാനിച്ച് നിങ്ങൾ തുനിഞ്ഞിറങ്ങുകയാണെങ്കിൽ അത് നിങ്ങളുടെ വഴിക്ക് വരും. ആദ്യമായിട്ട് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം എന്ന് കരുതി, ബുദ്ധിമുട്ടാണെന്ന് കരുതി വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, നമുക്കത് ഒരിക്കലും ലഭിക്കില്ല. ഫസ്റ്റ് ദിവസം പഠിച്ചു ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല, മാനേജ് ഗൈസ്, മാനേജ്. സെക്കൻഡ് ഡേ തന്നെ വായിക്കുക, കുറച്ചും കൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യും. തേർഡ് ഡേ വായിക്കുക, വീണ്ടും അത് ഈസി ആയിട്ട് മാറും. അങ്ങനെ ദിനം പ്രതി വായിച്ച് നിങ്ങൾക്ക് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളെ മാറ്റിയെടുത്തുകൊണ്ട് ഏറ്റവും ഗംഭീരമാക്കി ഒരു ഹ്യൂമൺ ആക്കി മാറ്റാൻ വേണ്ടി സാധിക്കും. ഏറ്റവും ഗംഭീരമായി നിങ്ങളുടെ മാർക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കും. ഏറ്റവും ഗംഭീരമായിട്ട് നിങ്ങളുടെ പഠനം നിങ്ങൾക്ക് ഉയർത്താൻ വേണ്ടി സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ് കാരണം. നിങ്ങൾ മാത്രമാണ് കാരണം. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഗംഭീരമായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാവും. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ എവിടെ നിൽക്കുന്നു? +1 എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട്? അതിന്റെ ഇടയിൽ നിൽക്കുന്നത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ആ കാണുന്ന ഗ്യാപ്പിൽ ഏറ്റവും ഗംഭീര പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 അതിമനോഹര മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കാണുന്ന ഗ്യാപ്പ് അത് നിങ്ങൾ യൂസ് ചെയ്യണം. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് ടേം എക്സാം ഏറ്റവും ഉഷാറാക്കി മാറ്റാൻ വേണ്ടി തീരുമാനിക്കുന്നു. മക്കളെ, എല്ലാവരും ഏറ്റവും ഗംഭീരമായിട്ട് പഠിക്കുക. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല, എത്ര മാർക്കിനാണ് നമ്മുടെ ബോർഡ് എക്സാം ഉണ്ടാവുക, സെക്കൻഡ് ടേം എക്സാം ഉണ്ടാവുക. എക്സാം പാറ്റേൺ 60 മാർക്കിനായിരിക്കും ബോർഡ് എക്സാമിനേഷൻ. 60 മാർക്ക് ഗൈസ്, മാക്സിമം മാർക്കാണ് 60. ഓക്കെ, മാക്സിമം മാർക്ക് 60 പറയുമ്പോൾ ടോട്ടൽ മാർക്ക് എത്രയായിരിക്കും? ടോട്ടൽ മാർക്ക് മനസ്സിലാക്കാം. 80 മാർക്കിന് ചോദ്യങ്ങൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഈ കാണുന്ന 80 മാർക്കിലെ 60 മാർക്ക് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അടിപൊളി, 80ൽ 60, ബാക്കി 20 മാർക്ക് വിട്ടുകളയാൻ പറ്റും എന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കാം. നമുക്ക് അതിനുവേണ്ടി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ പരിശോധിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ. 3 മാർക്ക്, 4 മാർക്ക്, 6 മാർക്ക്, ഇങ്ങനെ 3 കേസിലാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. 3 മാർക്കിന്റെ മൊത്തം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 ക്വസ്റ്റ്യൻ ഉണ്ടാകും. 4 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻ ആൻഡ് 6 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ.
മൊത്തമായിട്ട് പറയുമ്പോൾ 20 ക്വസ്റ്റ്യൻ ആൻഡ് 80 മാർക്ക്. മക്കളെ 3 മാർക്കിന്റെ 8 ക്വസ്റ്റ്യനിൽ നിങ്ങൾ 6 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. വിച്ച് മീൻസ് 2 ക്വസ്റ്റ്യൻ വിട്ട് കളയണം മിസ്റ്റർ, വിട്ട് കളയാം, കുഴപ്പമില്ല, പ്രശ്നമല്ല. ഇനി 4 മാർക്കിന്റെ 8 ക്വസ്റ്റ്യനിൽ അവിടെ നിങ്ങൾ എന്താണ് 6 ആൻസർ ചെയ്താൽ മതി. 6 അവിടെ എന്താണ് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ വിട്ട് കളയാം. 6 മാർക്കിലേക്ക് വരുമ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിൽ നിങ്ങൾക്ക് 1 ക്വസ്റ്റ്യൻ വിട്ടുകൊണ്ട് 3 നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. മൊത്തമായിട്ട് മാർക്ക് പറയുമ്പോൾ 3 മാർക്കിന്റെ നിങ്ങൾ 6 ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 18 മാർക്കും, 4 മാർക്കിന്റെ 6 ക്വസ്റ്റ്യന് 24 മാർക്കും, 6 മാർക്കിന്റെ 3 ക്വസ്റ്റ്യന് 18 മാർക്കും, മൊത്തം പറയുമ്പോൾ 60 മാർക്ക് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് മക്കളെ 15 ക്വസ്റ്റ്യൻസ്. 15 ക്വസ്റ്റ്യൻസ് ആൻഡ് ഗൈസ് യുവർ മാർക്ക് ഈസ് 60. ഉഷാറാക്കാൻ പറ്റും നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ. നിങ്ങൾക്കാണ് ഈ കാണുന്ന ഞാൻ പാറ്റേൺ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഈ പാറ്റേൺ നോട്ട് ചെയ്യുക, നമ്മൾ പഠിച്ച് തകർക്കും. ചാപ്റ്റർ വൈസ് വെയിറ്റേജ് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ടൈം എക്സാമിന് നമ്മൾക്ക് സെറ്റ്സ്, റിലേഷൻസ് പോലത്തെ ആദ്യ പാഠങ്ങൾ ഉണ്ടാകുമോ? നിങ്ങൾ SLC പഠിക്കുമ്പോൾ ആദ്യ പാഠങ്ങളുടെ വെയിറ്റേജ് കമ്പാരിറ്റീവ് കുറവായിരുന്നു, അറിയാമായിരിക്കും. പക്ഷേ +1 തന്നെയല്ല, നിങ്ങൾ നേരിടുന്ന ആദ്യ പ്രധാനപ്പെട്ട പരീക്ഷ ആയതുകൊണ്ട് അതിനും വെയിറ്റേജ് ഈക്വൽ തന്നെയാണ് ഉണ്ടാവുക. ബോർഡ് എക്സാമിനോട് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന വെയിറ്റേജ് തന്നെയാണ് നിങ്ങൾക്ക് ആദ്യ പാഠങ്ങൾക്കും ഉണ്ടാവുക എന്ന് മനസ്സിലാക്കാം. എത്ര പാഠമാണ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ 2024 സെക്കൻഡ് ടൈം എക്സാമിന്റെ ബേസിലാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. 2023 സെക്കൻഡ് ടൈം എക്സാമിന് നിങ്ങൾക്ക് 2023 സെക്കൻഡ് ടൈം എക്സാമിന് നിങ്ങൾക്കുണ്ടായ പാഠങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 12 ആണ്. 12, അതായത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് എന്ത് എക്സാമിന് ഉണ്ടായിരുന്ന 12 പാഠം. മാത്സിലെ 2 പാഠം ഒഴികെ, സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബിലിറ്റിയും ഒഴികെ ബാക്കി 12 പാഠങ്ങളും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2024 നമുക്ക് 12ാമത്തെ പാഠമായിട്ടുള്ള ലിമിറ്റ്സ് മാറ്റി നിർത്തിക്കൊണ്ട് 11 പാഠമാണ് എക്സാമിന് ഉണ്ടായിരുന്നത്. 11 ചാപ്റ്റേഴ്സ്, അതായത് 3 പാഠം ഉണ്ടായിരുന്നില്ല. ലിമിറ്റ്സ്, പ്രോബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇങ്ങനത്തെ 3 പാഠങ്ങൾ. പക്ഷെ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം, നിങ്ങൾ ലിമിറ്റ്സ് പഠിച്ചുകൊണ്ട് വേണം എക്സാമിന് പോകുവാൻ വേണ്ടി, നിർബന്ധമായിട്ട്. ലിമിറ്റ്സ് പഠിക്കാതെ ഒരാൾ പോലും എക്സാമിന് പോവരുത്. വേറെ ഒന്നുമല്ല, ചിലപ്പോൾ ലിമിറ്റ്സിൽ നിന്നും ചോദ്യം ഉണ്ടാകാം. 2022 കാലഘട്ടങ്ങളിൽ സ്ട്രെയിറ്റ് ലൈൻസ് വരെ സിലബസിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറൊന്നുമല്ല, സിലബസ് എന്താണ് മാറി മറിഞ്ഞ് വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇക്കൊല്ലം നമുക്ക് 25 നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ലിമിറ്റ്സ് വരെ നമ്മൾക്ക് ഉണ്ടാകാം. പക്ഷേ ഒരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും, 3 ഡയമെൻഷൻ ജോമെട്രി വരെ എന്തായാലും ഉണ്ടാകും. 11 പാഠം ഷോർട്ട് ഉണ്ടാവും. 12 ചാപ്റ്റർ മാത്രമാണ് നമുക്കെന്ത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ അക്കാദമിക് പ്ലാൻ അനുസരിച്ച് 12th ചാപ്റ്ററും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് 12th ചാപ്റ്റർ എക്സാമിന് ഉണ്ടാവാനുള്ള ചാൻസ് ഇറ്റ്സ് കമ്പാരിറ്റീവ്ലി വെരി ഹൈ. സോ ഗൈസ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2024 സെക്കൻഡ് ടൈം എക്സാമിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, സോ സെറ്റ്സ് ഒന്നാമത്തെ പാഠം 3 മാർക്കിന് 1 ക്വസ്റ്റ്യൻ, 4 മാർക്കിന് 1 ക്വസ്റ്റ്യൻ, മൊത്തമായിട്ട് നമുക്ക് 7 മാർക്ക്. 7 മാർക്കാണ് സെറ്റ്സ് എന്ന് പറയുന്ന അതിമനോഹരമായ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാം. വളരെ ഈസി ആയിട്ട് ഈ കാണുന്ന 7 മാർക്കും എല്ലാവർക്കും നേടാൻ വേണ്ടി സാധിക്കുന്നതാണ്. മുന്നോട്ട് പോകുന്നു. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് സെയിം വേ 4, 3, 7 മാർക്ക്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പറിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ റിലേഷൻ, ക്വസ്റ്റ്യൻ പേപ്പറിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ്സ്, ക്വസ്റ്റ്യൻ പേപ്പറിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ റിലേഷൻ. ആൻഡ് ഗൈസ് വൺ തിങ്, ഈ കാണുന്ന 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ റിലേഷനിൽ പെടുത്താൻ വേണ്ടി പോവാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഈവൻ ഗ്രാഫ് ബേസ് ആയിരിക്കും. ഗ്രാഫ് ബേസ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് അനുസരിച്ച് ഏറ്റവും അധികം ചാൻസ്. ട്രെൻഡ് അങ്ങനെ പറയുന്നത്, അതിനാണ് ചാൻസ്. പക്ഷെ സെറ്റ്സ് കമ്പാരിറ്റീവ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവനെയാണ് നിങ്ങൾ പേടിക്കേണ്ടത്. മുന്നോട്ട് പോകുന്നു നമ്മൾ ട്രിഗണോമെട്രി. എല്ലാവരുടെയും എക്കാലത്തെയും പേടി സ്വപ്നം, ബോർഡ് എക്സാമിന് 9 മാർക്കാണെങ്കിൽ സെക്കൻഡ് ടൈം എക്സാം 9 അല്ല, അതുക്ക് മേലെ ഒരു 3 മാർക്ക്, ഒരു 4 മാർക്ക്, ഒരു 6 മാർക്ക്, മൊത്തമായിട്ട് പറയുമ്പോൾ 13 മാർക്ക്. ഈ കാണുന്ന ചാപ്റ്റർ വൈസ് വെയിറ്റേജ് നോക്കുമ്പോൾ ഏറ്റവും അധികം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പറയുന്ന 3ാമത്തെ പാഠം. ഗൈസ്, വിട്ടുകളയരുത്. ഈ പാഠം പഠിക്കാതെ
ഒരാൾ പോലും എക്സാമിന് പോകരുത്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാതെ ഒരാൾ പോലും എക്സാമിന് പോകരുത്. എന്തുകൊണ്ട് എനിക്ക് ഫുൾ മാർക്ക് അടിക്കണമെങ്കിൽ ഞാൻ എന്റെ ഈ കാണുന്ന 3 മാർക്കിന്റെ ഈ ചോദ്യം എഴുതില്ല, ഞാൻ 4 മാർക്കിന്റെ ഈ ചോദ്യം എഴുതില്ല, 6 മാർക്കിന്റെ ഇത് എഴുതില്ല, ഞാൻ ബാക്കിയെല്ലാ പാടും എഴുതിയാൽ പോരെ, എനിക്ക് സുഖമായിട്ട് മാർക്ക് നേടാനോ എനിക്ക് ഫുൾ അടിക്കാനോ ചിന്തിക്കും. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പക്ഷെ വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് മാർക്ക് വേണമെങ്കിൽ, ബോർഡ് എക്സാമിന് സ്കോർ ചെയ്യണമെങ്കിൽ ട്രിഗണോമെട്രി മസ്റ്റ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ സ്കോർ ചെയ്യണമെങ്കിൽ ട്രിഗണോമെട്രിയുടെ ബേസിക്സ് അറിയണം. പ്ലസ് ടുവിനകത്ത് മാർക്ക് വേണമെങ്കിൽ ട്രിഗണോമെട്രി അറിയണം. പോയി ചേട്ടന്മാരോടും ചേച്ചിമാരോടും ചോദിക്കണം, ട്രിഗണോമെട്രി ഞങ്ങൾ പഠിക്കണമോ? അവർ പറയും നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം പ്ലസ് ടുവിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ട്രിഗണോമെട്രി ഫോർമുലാസ് ഉപയോഗിക്കാൻ വേണ്ടിയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മിസ്സാക്കരുത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ടൈം എക്സാമിൽ ട്രിഗണോമെട്രിക്കൽ ഫങ്ഷൻസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചാൽ മാത്രമാണ് നമുക്ക് മെയിൻ എക്സാം ആകുമ്പോഴേക്കും അതിന്റെ എല്ലാ ഫോർമുലയും നമുക്ക് മണി പോലെ പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് ടൈം എക്സാമിന് നിങ്ങൾ ഏത് പാഠം ഒഴിവാക്കാനും ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന 3ാമത്തെ പാഠം ഒരാൾ പോലും ഒഴിവാക്കരുത്. കാരണം അവൻ നമ്മുടെ ജീവവായുവാണ്. ഹയർ സെക്കൻഡറിയുടെ ജീവശ്വാസമാണ്. ശ്വാസമില്ലെങ്കിൽ നമ്മൾക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ മൊത്തം 13 മാർക്ക് മുന്നോട്ട് പോകുന്നു. കോംപ്ലക്സ് നമ്പേഴ്സ് ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, 4 മാർക്ക്. വളരെ ഈസി ആയിട്ട് 4 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റീസും അതുപോലെ തന്നെ ഒറ്റ ക്വസ്റ്റ്യൻ 4 മാർക്ക്. പിന്നീട് വരുന്നത് ഗൈസ് പെർമുറ്റേഷൻ കോമ്പിനേഷൻ. കഴിഞ്ഞ കൊല്ലം സെക്കൻഡ് ടൈം എക്സാമിന് ഒരു 3 മാർക്കും ഒരു 6 മാർക്കുമായിരുന്നു. കുറച്ച് മാറ്റമുണ്ട്. പൊതുവെ 6 മാർക്കിന് അല്ല ചോദിക്കാറ്, ഒരു 3 മാർക്കും ഒരു 4 മാർക്കും മൊത്തം 7 മാർക്കായിരുന്നെങ്കിൽ കഴിഞ്ഞ കൊല്ലം ലിമിറ്റ്സ് നമുക്ക് സെക്കൻഡ് ടൈം എക്സാമിന് ഇല്ലാത്തത് കൊണ്ട് എങ്ങനെ വന്നു ഡിവിഷൻ ഒരു 3 മാർക്കും ഒരു 6 മാർക്കിലേക്ക് വന്നു. അതായത് മൊത്തം 9 മാർക്ക്, 9 മാർക്സ്. അതാണ് എല്ലാവരും നോക്കേണ്ടത്. 9 മാർക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉണ്ടാവുന്നത്. മുന്നോട്ട് പോകുന്നു ബൈനോമിയൽ തിയറം, ഒറ്റ ക്വസ്റ്റ്യൻ മാത്രം 4 മാർക്കിന്റെ. ആൻഡ് ദെൻ പോകുന്നു സീക്വൻസ് ആൻഡ് സീരീസ്. കറന്റ് ട്രെൻഡ് അനുസരിച്ച് ഇപ്പോഴത്തെ സിനാരിയോ അനുസരിച്ച് ബോർഡ് എക്സാമിന് ഉൾപ്പെടെ 6 മാർക്കിന് ചോദ്യം ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. പണ്ട് 6 മാർക്ക് ഉണ്ടാവാറില്ല. ഇവിടെ 4 മാർക്കോ 3 മാർക്കോ പരിപാടി മൊത്തം 4 മാർക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോൾ 6 മാർക്കിന്റെ ചോദ്യം വരുന്ന ഭാഗങ്ങളിൽ ഒന്ന് സീക്വൻസ് ആൻഡ് സീരീസ് ആണ്. അതുകൊണ്ട് സെക്കൻഡ് ടൈം എക്സാമിനും നിങ്ങൾ അവനെ ഒരു വിട്ടുവീഴ്ച പഠിക്കണം. മൊത്തം നിങ്ങൾക്ക് 9 മാർക്കാണ് സെക്കൻഡ് ടൈം എക്സാമിന് സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ചോദിക്കാം. നമ്മുടെ അവസാനത്തെ പാഠങ്ങളിലേക്ക് പോകുന്നു. നിങ്ങളെ പേടിപ്പെടുത്തുന്ന ജോമെട്രിക്കൽ അപ്രോച്ച് നൽകുന്ന ചോദ്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാവുന്ന ലാസ്റ്റ് അക്കാദമിക് ഇയർ സെക്കൻഡ് ടൈം എക്സാം ബുദ്ധിമുട്ടാക്കിയ ചാപ്റ്റേഴ്സിലേക്ക്, അതായത് വേണമെങ്കിൽ പറയാം ഔട്ട് ഓഫ് സിലബസ്, വേണമെങ്കിൽ പറയാം നമുക്ക് ലോജിക്കലി എഴുതാം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. നമ്മുടെ സൈലം ഗൈഡിനകത്ത് ഇത്തരത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും വീണ്ടും ഞാൻ നിങ്ങളെ ഈ നിമിഷം അറിയിക്കുന്നു. ഏകദേശം നവംബർ മാസം പകുതി നിങ്ങൾക്ക് വേണ്ടി സൈലം ഗൈഡ് ഞങ്ങൾ പബ്ലിഷ് ചെയ്തായിരിക്കും. നവംബർ 15 ഒരു മെഗാ ലോഞ്ച് വെച്ചുകൊണ്ട് സൈലം ഗൈഡ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിരിക്കും. സോ ആ കാണുന്ന ഗൈഡിനകത്ത് ഇത്തരത്തിലുള്ള എല്ലാ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളും വളരെ ഈസി ആയിട്ട് ടിപ്പോട് കൂടെ തന്നെ നിങ്ങൾക്ക് എത്തിക്കേണ്ടതായിരിക്കും പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നു ബാക്കി പാഠങ്ങളിലേക്ക്. ഗൈസ് നോക്കൂ, സ്ട്രൈറ്റ് ലൈൻസ് ജോമെട്രിക്കലി ദി ബെസ്റ്റ് വൺ. ഒരു 3 മാർക്കും ഒരു 6 മാർക്കും മൊത്തം 9 മാർക്ക്. ജോമെട്രിക്കലി സ്ട്രേറ്റ് ലൈൻസിനോളം ഡിഫിക്കൽട്ട് ആയ ചാപ്റ്റർ, ജോമെട്രിക്കലി തിങ്ക് ചെയ്യേണ്ട ചാപ്റ്റർ. കോണിക് സെക്ഷൻസ് പിന്നെയും പറ്റും തിങ്ക് ചെയ്യാനായിട്ട്, പക്ഷെ പറ്റും. സ്ട്രേറ്റ് ലൈൻസ് ആ കാണുന്ന പടം മനസ്സിലാക്കാം, ആ കാണുന്ന പടം വരയ്ക്കാം. അതിനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എല്ലാവരും മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ എല്ലാം ചെയ്തുകൊണ്ട് പഠിക്കണം. നമ്മൾ അഗ്നി ബാച്ചിനകത്ത് നമ്മൾ മുൻ വർഷങ്ങളിലെ എല്ലാ ചോദ്യങ്ങളും ചെയ്താണ് മുന്നോട്ട് പോയിരുന്നത്. അഗ്നി ബാച്ചിനകത്ത് മിസ്ലിനിയസ് എക്സസൈസ് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നു. പല ഫോർമാറ്റ് ചെയ്തിരുന്നു, പല ട്രിക്കുകൾ ചെയ്തിരുന്നു. അതെല്ലാം നിങ്ങൾക്ക് എല്ലാം തന്നെ ഓർമ്മയുണ്ടാകുന്ന വിശ്വസിക്കുന്നു. ആ കാണുന്ന ട്രിക്കുകൾക്ക് ഉൾപ്പെടെ തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം സ്ട്രേറ്റ് ലൈൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം വേറൊന്നുമല്ല, സ്ട്രേറ്റ് ലൈൻസ് ചോദ്യം എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് അത്രമേൽ ശ്രദ്ധിക്കണം. 9 മാർക്കാണ് സെക്കൻഡ് ടൈം എക്സാം. ആൻഡ് ഫൈനലി കോണിക് സെക്ഷൻസ് 2 3 മാർക്കും ഒരു 4 മാർക്കും മൊത്തമായിട്ട് പറയുമ്പോൾ ഗൈസ് 10 മാർക്കും. ആൻഡ് ഫൈനലി ഇൻട്രോ ടു 3D ഒറ്റ 4 മാർക്ക് ക്വസ്റ്റ്യൻ അവസാനിച്ചു. ഇങ്ങനെയാണ് നമുക്ക് 80 മാർക്കിന്റെ ഡിവിഷൻ വരുന്നത്, 80 മാർക്സ്. ഇതിനകത്ത് പൊതുവെ ലിമിറ്റ്സിൽ നിന്ന് ഒരു 9 മാർക്കും കൂടി ചോദിക്കാറുണ്ട്.
9 മാർക്ക്. 2023 നമ്മൾ സെക്കൻഡ് ടൈം എക്സാം പരിശോധിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ്സിനകത്ത് 9 മാർക്ക് ഉണ്ട്. അപ്പോൾ കോണിക്കിന്റെ മാർക്ക് 10 എന്നുള്ളത് 7 ആയിട്ട് മാറും. ഈ കാണുന്നത് ഒരു ചോദ്യം ലിമിറ്റ്സിലേക്ക് മാറും. ആൻഡ് ദെൻ നമുക്ക് എന്താണ് കുറച്ച് മാറ്റം വരുത്തിക്കൊണ്ട് ലിമിറ്റ്സിന് ലിമിറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് എന്താണ് ഒരു 3 മാർക്ക് ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു 6 മാർക്ക് ഉണ്ടാകും. ലിമിറ്റ്സ് ഒരു ചാപ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ മൊത്തം 9 മാർക്ക് എന്തായാലും പറയാൻ പറ്റും നമുക്ക് ലിമിറ്റ്സിന് ഉണ്ടായിരിക്കും. സംശയം പറയാം. ട്രിഗണോമെട്രി നമുക്ക് ചിലപ്പോൾ എന്താണ് 13 നിന്ന് 10 വരാം. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ എല്ലാവരും ഏറ്റവും ഉഷാറായിട്ട് സെക്കൻഡ് ടൈം എക്സാമിന് വേണ്ടി പഠിക്കണമെന്ന് ഞാൻ ഈ നിമിഷം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും ഉഷാറായിട്ട് തന്നെ സെക്കൻഡ് ടൈം എക്സാം പഠിച്ചുകൊണ്ട് ഏറ്റവും ഗംഭീരമാക്കി മാറ്റിക്കൊണ്ട് തന്നെ നമ്മുടെ +1 ജീവിതം മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഈ കാണുന്ന വീഡിയോയുടെ കമന്റ് ബോക്സിൽ പറയാം. ഞങ്ങൾ അതിനുള്ള എല്ലാ ഉത്തരവും നൽകുന്നതായിരിക്കും. നമ്മൾ ഒന്ന് ചോദിച്ചുകൊണ്ട് തന്നെ +1 എക്സാം തകർക്കുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മൾ സെക്കൻഡ് ടൈം എക്സാമും മെയിൻ എക്സാമും എല്ലാം തകർക്കും. ബൈ. സൈനിങ് ഓഫ് അഫ്നാസ് ലേണിംഗ്. താങ്ക് യു ഓൾ. താങ്ക് യു.